ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ആയിട്ടേ ഉള്ളൂ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് സ്കാനിങ് ഉള്ള ദിവസമാണ്. അപ്പം ഒരു സ്കാനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ടെൻഷനുള്ള ദിവസമാണ്. ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. ചീട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പേടി കൂടും. നമ്മുടെ ടോക്കൺ നമ്പർ എടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്ത് വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കുറേയധികം ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. എത്രത്തോളം എന്നെനിക്കറിയത്തില്ല. എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പരമാവധി. ഒരു ഡേ ഫുള്ളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഒരാഗ്രഹം. അത് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം ടെറസ്. പൊടിയാണോ അവിടെ ചാരുന്നതിൻ്റെയാണോ? അച്ഛയുടെ ടീഷർട്ടെല്ലാം അറിയത്തില്ല. കയ്യല് അറിയാം. ഇത് വെളുത്തിരിക്കുന്നു പൗഡർ ഇട്ടോ. ടീഷർട്ടെല്ലാം അറിയത്തില്ല. അപ്പോൾ കുറച്ച് സമയം എൻ്റെ നടത്തമാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ മുറ്റത്തൂടെയും നമുക്ക് വഴികടയൊക്കെ നടക്കാം. ഇവിടെ പക്ഷേ നമുക്ക് ടെറസ് മാത്രമുള്ളൊരു ഓപ്ഷൻ. അപ്പം കുറേ സമയം എപ്പോഴും എല്ലാ ഫുഡും കഴിച്ചിട്ട് ഇപ്പോൾ കാപ്പി കുടിച്ചിട്ടാണെങ്കിലും ചോറിട്ടാണെങ്കിലും വൈകിട്ട് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും നമ്മളോട് നടക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കാല് ഇത്രയും സ്പീഡിലൊന്നും അല്ല കേട്ടോ ഞാൻ നടക്കുന്നത്. ഇത് സ്പീഡിൽ ഇട്ടേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നമ്മുടെ ടെറസിൽ അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനായിട്ട്. നല്ല രസമാണ്. പക്ഷേ ഞാൻ പോയ സമയത്ത് നല്ല വെയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അധികം സമയം നടക്കാൻ പറ്റില്ല. ഈ മഴക്കാലത്ത് ഇത്രയും വെയിലൊന്നും നമ്മൾ ഓർത്തു. അതുപോലെ വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങി വന്നു ഒരു മോരുകറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് മോര് കറിക്കുള്ള കടുകും മുളകൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മോര് പുളിച്ചിട്ടില്ലായിരുന്നു. അത് പിന്നെ പണിയായി. അപ്പോൾ പണി തീർക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ തെന്നിമീൻ മറക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ ഈ കാണുന്ന കളറൊന്നും ഇല്ല കേട്ടോ. ഫിൽറ്ററിൻ്റെ ഒരു എഫക്റ്റാണ്. അത്രയും കളറൊന്നും ഇല്ല. അപ്പോൾ മോര് ഇപ്പുറത്ത് റെഡിയായി. മോരിനകത്ത് മറ്റേ പച്ച വാഴയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇനി കുറേ എന്താ പറയുക പാത്രം കഴുകാനുണ്ട്. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് ദിവസമായിട്ടോ കുറേ നാളായി നമ്മൾ തുടച്ചിട്ടപ്പോഴത്തേക്കും ഈ മഴ പെയ്തപ്പം ചെറിയ പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാക്കി ജനലൊക്കെ ആകുമ്പോൾ എനിക്ക് നിലത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ജനലും കഥമൊക്കെ ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിക്കണം. ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല. ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അതിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ കടയിൽ വരെ പോയേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാത്തത്. പിന്നെ നമ്മൾ സ്കാനിങ് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നെഗറ്റീവൊക്കെ നമ്മൾ അങ്ങേയറ്റം എന്താ പറയുക ഇതായി കഴിയുമ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒന്നുമില്ല. അപ്പം എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അപ്പം മുന്നോട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ വേണം. ഞങ്ങൾ 2 ആൾ മാത്രമുള്ളതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞു കുക്കറാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ കുക്കറിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല. നല്ല വെയിറ്റ് ഉണ്ട്. അതിന് കഴുകണമെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സാധാരണ നമ്മൾ ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ടിലൊക്കെ പോകണം. ഇത് നമ്മൾ ഇവിടെ വന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ആയത് കാരണം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെയാണ് റേറ്റ്. സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സ് അന്വേഷിച്ചാണ് നമ്മൾ വന്ന് ഫ്രൂട്ട്സ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഞാനിവിടെ ആദ്യമായിട്ടാണ്. പക്ഷേ അച്ഛൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛ കയറിയപ്പം മാങ്ങാപ്പഴമൊക്കെ നല്ലതായിരുന്നു ഞങ്ങൾ മേടിച്ചിട്ട്. ചില മാങ്ങയ്ക്ക് ഭയങ്കര തൊണ്ട് കെട്ടിയാണല്ലോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് തൊണ്ട് കൂട്ടി കഴിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അത് സുഖമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചത് നല്ലതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അത് തീർന്നായിരുന്നു കേട്ടോ. തീർന്നിട്ട് അതൊരുമാതിരി ചീത്തയായി തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ എന്തൊക്കെ ഇവിടെ ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വാങ്ങിയില്ല. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്. വിലയാണെങ്കിലും കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഈ പാത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അത് മെയിനായിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ക്രീം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ചെറിയ ചെറിയ ടവലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ കട നമ്മുടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള സംഭവമാണ് കേട്ടോ.
ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതും കയറുന്നതും എല്ലാം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ടവലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ, റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത്. ഇത് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ മേടിച്ചാണ് പാഷൻ ഫ്രൂട്ട്. കിലോ 60 രൂപയാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിന്. നല്ല ഈ സമയത്ത് കഴിക്കുന്ന നല്ലതാണ്. അതിലിപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചോറൊന്നും വേണ്ട, ചോറിനോടൊക്കെ ഭയങ്കര ഒരു വിരക്തി, എനിക്ക് എന്താണെന്നറിയില്ല, വിശപ്പൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പം ഇതാണ് നമ്മൾ വെച്ച മോര് കറി. പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഒരു അച്ചാർ മേടിച്ചിട്ട്, ഒരു മാങ്ങ അച്ചാറാണ് ഇത്. കെമിക്കലൊന്നും അങ്ങനെ ഉള്ളതല്ല, നമ്മുടെ കുടുംബശ്രീയിൽ ചേച്ചിമാരുടെ നടത്തുന്നൊരു കടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. പിന്നെ ഒരു തോരൻ കറി, തോരൻ്റെ അല്ല, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ച് നരിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛനോട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയും ചിലപ്പോൾ ഞങ്ങൾ കത്തി നമ്മൾ വന്ന സമയത്ത് മേടിച്ച ഒട്ടും മൂർച്ചില്ലാന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ മേടിച്ച് കത്തിയൊക്കെ എന്താ പറയുക, രാഖി എടുത്തു. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് തല ഇറങ്ങുന്നു പറഞ്ഞപ്പോൾ അച്ഛ മറ്റേ ഉപ്പൊഴിച്ചിട്ട് മോരും വെള്ളം തന്നിട്ട് ഉപ്പിട്ടിട്ട് അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ബോൾ നിങ്ങൾ കണ്ടില്ല, കൈവിരലുകൾക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. അതെന്താ അങ്ങനെ സംഭവം എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഞെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരു സ്മൈലി ബോൾ വാങ്ങിച്ചു തന്നാണ് കേട്ടോ. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില വിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങി അങ്ങനെ ഇരിക്കും കേട്ടോ. അതൊന്നും ഉരത്ത് പോലും ഇല്ല. അതാണ്. അപ്പം ഞാൻ ആദ്യം വെച്ചപ്പോൾ ശരിയല്ല, അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ അച്ഛൻ കാണിച്ചു തരികയാണ്. നമ്മുടെ മാങ്ങാപ്പഴമാണ് കേട്ടോ. ഇതല്ല നമ്മൾ മേടിച്ചത്, നമ്മുടെ പഴയ ഇവിടെ ഇരുന്ന മാങ്ങാപ്പഴമായിരുന്നു. പിന്നെ കുറേ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ തുണിയൊക്കെ എന്താ ഇങ്ങനെ ഈ കബോർഡിനകത്ത് വെച്ചിരിക്കുന്നത്, പൊടി പിടിക്കത്തില്ലേ എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി പിടിക്കാതിരിക്കാനായിട്ടൊരു കർട്ടൻ ഇട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ അലമാരയൊക്കെ കൊണ്ട് വെക്കാനായിട്ട് സ്പേസ് കുറവാണ്. ഇത് മാക്സിമം അതൊന്നും ഇല്ലായിരിക്കുന്നതാണ്. പിന്നെ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ, നല്ല ഇതാണ്. നമുക്ക് തുണികളൊക്കെ ഇങ്ങനെ പൊടിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഉച്ച വരെയുള്ള വീഡിയോസ് എടുത്തു കേട്ടോ. അതിനകത്ത് നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. രാവിലെ കാപ്പി കുടിച്ചത്, ഫുഡ് കഴിച്ചത് എല്ലാം എടുക്കാൻ മറന്നു. ഇതൊക്കെ ഡെയിലി ഉള്ളൊരു പ്രോസസ്സാണല്ലോ. പിന്നെ കുറേ സമയം നമുക്ക് കറണ്ടിൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഫോൺ കുത്തിയിടണം. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പുറകെ വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.